അതെ, എന്നെ കാണാൻ എന്നാ കുഴപ്പം? എപ്പം നോക്കിയാലും ഭംഗിയില്ല, മേക്കപ്പൊക്കെ ചെയ്തിട്ട് നല്ല വൃത്തിയിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എടുത്തുവിടുന്നു. അതെ, ഞാനൊരു ഫാഷൻ ഡിസൈനും ബ്യൂട്ടീഷ്യനാണ്. ഓക്കെ, ഞാൻ ഇവിടെയും ബ്യൂട്ടീഷ്യനാണ്, അങ്ങ് ബഹ്റൈനിലും ബ്യൂട്ടീഷ്യൻ തന്നെയാണ്. അപ്പോൾ ആവശ്യത്തിലുള്ള മോഡലിങ്ങും കാര്യങ്ങളും ഫാഷനായിട്ട് നടക്കാനും എനിക്കും അറിയാം, ഞാൻ ചെയ്യുന്നുമുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളെ നോക്കി വീട്ടിൽ ഇരിക്കുമ്പോൾ വീട്ടിൽ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ അമ്മായിയമ്മ, ചേട്ടൻ, ചേട്ടത്തി എന്ന് പറഞ്ഞ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അവരുടെ മുന്നിലൊക്കെ കുറച്ചൊരു റെസ്പെക്റ്റ്, അതാണ് ഈ വേഷം. ഞാൻ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ എൻ്റെ വേഷം കുറച്ചും കൂടെ ലെവലപ്പ് ആവും. അതൊക്കെ ആവശ്യത്തിന് നമ്മൾ മോഡേൺ ആവാം. ഞാൻ പറയാൻ വന്ന വേറെ ഒന്നുമല്ല, നമ്മൾ ആവശ്യത്തിന് മോഡേൺ ആവാം. ഓക്കെ, ഇന്നലെ ഞാനും എൻ്റെ അനിയത്തിയും കൂടെ കൂടിയിട്ട് ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് വരാൻ നേരത്തെ ഞങ്ങൾ ബസ്സിനാണ് ഇരുന്നത്. അപ്പോൾ ഇരുന്നപ്പം അവൾക്ക് ഇൻസ്റ്റോ ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ ഈ ചളി കാണാൻ വേണ്ടിയിട്ട് ഞാൻ അവളോട് പറഞ്ഞു, നീ ഇൻസ്റ്റോ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവളങ്ങനെ ഇൻസ്റ്റോ എടുത്തു. എനിക്ക് ഒരു ഫോളോ കൂടുതൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവളെ കൊണ്ട് ഇൻസ്റ്റോ എടുപ്പിച്ചത്. എന്നിട്ട് അവൾ ഇന്നപോലെ എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് അവൾ എടുത്തതാണ്. എന്തോ എൻ്റെ ഒരു വീഡിയോ കളിയാക്കാൻ വേണ്ടി എടുത്തപ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഈ ഇന്നേഴ്സ് മാത്രം ഇട്ടിട്ട് പെണ്ണുങ്ങളിങ്ങനെ ഒരേ കോസ്റ്റ് വേണം, എനിക്ക് ഫോളോ കിട്ടണം എന്ന് പറഞ്ഞിട്ട് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പം അവർ പറയുന്നത് തുണിയുടെ അളവ് കുറയുമ്പോഴാണ് ഫോളോസും കാര്യങ്ങളും റീച്ചും ആവുന്നതെന്നാണ് അവർ പറയുന്നത്. സത്യമാരിയ ഞാൻ അവിടെ അക്കൗണ്ടിൽ കയറിയിട്ട് പരിശോധിച്ചു. അപ്പോൾ ആ പെണ്ണ് പറയുന്ന സത്യം. ആ പെണ്ണ് മര്യാദയ്ക്ക് വീഡിയോ എടുത്ത് ഒരു 2-3 വീഡിയോ കണ്ട് മര്യാദയ്ക്ക് ഇരിപ്പുണ്ട്. അതിനൊന്നും അധികം റീച്ചും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് കുറച്ച് ഒരിത്തിരി ഉള്ളൂ. ഈ പെണ്ണ് ഇങ്ങനെ വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര വ്യൂസും ഭയങ്കര ഫോളോവേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് ശരിയായേക്കാം. പക്ഷെ നിങ്ങൾ ഇതിന് ഇങ്ങനെ പറഞ്ഞിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫാമിലി ഇല്ലേ, മക്കളില്ലേ? ഇതുപോലെ എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ കാരണം ഇപ്പം എൻ്റെ അനിയത്തി മാത്രമല്ല വീഡിയോ കണ്ടത്. എൻ്റെ അനിയത്തി വീഡിയോ കാണുമ്പോൾ വേറെ ആൾക്കാരും ചുറ്റുമുണ്ട്. അവരും കൂടെ കൂടിയിട്ട് എന്താ ചിന്തിക്കുന്നത്? എൻ്റെ അനിയത്തീനെയല്ല ചിന്തിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഇടുന്ന വീഡിയോയ്ക്ക് നിങ്ങളുടെ മക്കളും നിങ്ങളുടെ വീട്ടുകാരും മാത്രമല്ല, ഈ വീഡിയോ കാരണം നിങ്ങൾ റീച്ച് ആകുമ്പം ഞങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ നാണക്കേടും കൂടെയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ വീഡിയോ ഇടും. ഓക്കെ, നിങ്ങൾ പ്രൈവറ്റ് ആയിട്ടല്ല ഇറങ്ങണേ, പബ്ലിക് ആയിട്ടല്ല ഇറങ്ങണേ. അപ്പം നമ്മൾ നിങ്ങളുടെ വീഡിയോ കാണണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഫോളോ ചെയ്യുകയോ പിറക്കുകയോ എടുത്തു നോക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഓട്ടോമാറ്റിക്കലി ഈ വീഡിയോ നമ്മൾ ഫോൺ ഓപ്പൺ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് വരും. അപ്പം നമ്മൾ മോഡേൺ ആവണം, ആവശ്യത്തിന് മോഡേൺ ആവണം. ഇന്നേഴ്സ് മാത്രം വിട്ടിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണിക്കണം, ലൈക്ക് കിട്ടണം, ഫോളോവേഴ്സ് കിട്ടണം എന്ന് പറഞ്ഞ് കാണിക്കരുത്. ആവശ്യത്തിന് മോഡേൺ ആവുക. ഓക്കെ, ഞാൻ മോഡേൺ അല്ലെന്നല്ല പറഞ്ഞത്, ഞാൻ മോഡേൺ അത്യാവശ്യം ആവാറുണ്ട്, അത്യാവശ്യം എല്ലാ ഡ്രസ്സും ഇടാറുണ്ട്. പക്ഷേ എന്ന് വെച്ചിട്ട് ഈ ഫോളോവേഴ്സ് റീച്ചും കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കാണിക്കുന്നില്ല. നമ്മുടെ മക്കൾ മാത്രമല്ല, നിങ്ങൾ കാരണം മറ്റുള്ളവരുടെ പിള്ളേർക്കും കൂടി ഇത് ബാധിക്കുന്നുണ്ടെന്ന് ചിന്തിച്ചിട്ട് വീഡിയോ ഇടുക. ഓക്കെ.